സാബുമോൻ, രജിത് കുമാർ, റോബിൻ രാധാകൃഷ്ണൻ, അഖിൽ മാരാർ, ഇതിൽ ആരായിട്ടാണ് ഇപ്പോഴത്തെ രതീഷ് കുമാറിനെ നിങ്ങൾക്ക് തോന്നുന്നത്? ആരായാലും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി നല്ല കളിയാണ് രതീഷ് കുമാർ കളിക്കുന്നത്. ക്യാമറ സ്പേസ് ബിഗ് ബോസിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണെങ്കിലും സീസൺ 6 ആദ്യ ദിനം തന്നെ വൻ ചലനം സൃഷ്ടിച്ചത് രതീഷ് കുമാർ എന്ന ടെലിവിഷൻ അവതാരകൻ തന്നെയാണ്. ലോഞ്ചിങ് എപ്പിസോഡ് മുതൽ ഇതുവരെയും ഹൗസിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുള്ളത് രതീഷിന്റെ ശബ്ദമാണ്. എന്നാൽ മുൻ സീസണുകളിലെ മത്സരാർത്ഥികൾ എന്തൊക്കെ ചെയ്തിരുന്നോ അതെല്ലാം പകർത്തി മറ്റൊരു രൂപത്തിൽ ചെയ്യാനാണ് രതീഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണെന്ന് നിലപാടെടുത്ത രതീഷ് വൈകാതെ തിരികെ അകത്തേക്ക് തന്നെ പ്രവേശിക്കുകയും ചെയ്തു. രതീഷിന്റെ ഇത് വെറും ഗെയിം മാത്രമാണെന്ന് മനസ്സിലാക്കിയ സഹ മത്സരാർത്ഥികൾ ആരും തന്നെ അദ്ദേഹത്തിന്റെ ഇറങ്ങിപ്പോക്കിനെ ഗൗനിച്ചില്ല. മണിക്കൂറുകളോളം പുറത്ത് കാത്തിരുന്നിട്ടും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം വരാത്തതും താരത്തിന്റെ ഗെയിം പ്ലാനിംഗ് തകർത്തു കളഞ്ഞു. ഇത്രയും ബാലിഷ്യമായി പെരുമാറുന്ന രതീഷിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി പോസ്റ്റുകളും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ചിലർ രതീഷിനെ പരിഹസിച്ചും മറ്റു ചിലർ അനുകൂലിച്ചും എത്തുന്നുണ്ട് എന്നതും പ്രത്യേകതയാണ്. ശരിക്കും രതീഷിന്റെ പ്രവൃത്തികൾ മുൻ സീസണിലെ വിന്നറായ താരങ്ങളെ അനുകരിക്കുകയാണെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ അഖിൽ മാരാരെ പോലെയോ സാബുമോനെ പോലെയോ DFK പോലെയോ ക്യാരക്ടറുള്ള ഒരുത്തനും പേരിന് പോലും ഈ സീസണിലില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാകാനും പോകുന്നില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ ജാസ്മിൻ മൂസ, ശോഭ, രഞ്ജിനി ഹരിദാസ്, പേളി മാണി തുടങ്ങിയവരെ പോലെ ശക്തരായ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഈ സീസണിലും വരാനുള്ള ഒത്തിരി സാധ്യതകളുണ്ട് എന്നും മറ്റൊരു വിഭാഗം പറയുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും മറ്റുള്ളവരെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ രതീഷ് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സംഭാഷണങ്ങളും അഭിപ്രായങ്ങളും കേൾക്കാൻ രതീഷ് കുമാറിന് സാധിക്കാറില്ലെന്ന അഭിപ്രായവും പ്രേക്ഷകർക്കുണ്ട്. സുരേഷ് മേനോനുമായി അടിയിട്ട് രതീഷ് പെട്ടികളെല്ലാം പാക്ക് ചെയ്ത് ഷോ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പ്രഖ്യാപിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും രതീഷിന്റെ മറ്റൊരു തന്ത്രമാണ്. പക്ഷേ സഹമത്സരാർത്ഥികളൊന്നും അത് കേട്ട് കുലുങ്ങിയില്ലെന്ന് മാത്രമല്ല, ആരും രതീഷിനോട് പോകരുത് എന്ന് പോലും പറഞ്ഞതുമില്ല. അവസാനം പെട്ടികൾ പാക്ക് ചെയ്ത് പുറത്തേക്കിറങ്ങിയ രതീഷ് ഏറെ നേരം ഗാർഡൻ ഏരിയയിൽ പെട്ടികളുമായി ബിഗ് ബോസിന്റെ പ്രതികരണത്തിനായി കാത്തു നിന്നെങ്കിലും ഒരു മറുപടിയും വന്നില്ല. അതോടെ രതീഷ് വീണ്ടും പെട്ടികളുമായി തിരികെ വീട്ടിലേക്ക് കയറുകയായിരുന്നു. ആദ്യത്തെ നോമിനേഷൻ പട്ടികയിലും രതീഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളിൽ നിന്നും സഹതാപം വാങ്ങി നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ള മറ്റൊരു ശ്രമമാണ് രതീഷിന്റേതെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ശരണ്യ ആനന്ദ്, നോറ, സിജോ, അൻസിബ ഹസൻ, ജിൻഡോ, സുരേഷ് മേനോൻ എന്നിവരാണ് വോട്ടിങ്ങിലൂടെ ഈ സീസണിലെ ആദ്യത്തെ നോമിനേഷനിലേക്ക് രതീഷിനൊപ്പം എത്തിയ മറ്റുള്ളവർ. മുൻ സീസണുകളിൽ പലതരത്തിൽ കണ്ടന്റ് സൃഷ്ടിച്ച മത്സരാർത്ഥികൾ ജനപ്രീതിയുടെ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. സ്വയം അഭിപ്രായങ്ങൾ ഉറക്കെ പറഞ്ഞിരുന്ന രജിത് കുമാറും അഖിൽ മാരാറും ബ്ലസ്ലിയും റിനോഷുമെല്ലാം സാവധാനം വന്ന് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയവരാണ്. ഇതിൽ ഏത് മുൻ മാതൃക സ്വീകരിച്ചും ക്യാമറ സ്പേസ് തുടക്കം മുതലേ കൈക്കലാക്കണമെന്ന ആഗ്രഹം സീസൺ 6 മത്സരാർത്ഥികൾ ആദ്യ ദിനം തന്നെ പ്രകടമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.